മഹാഗുരുശരണം ഇന്ന് 2025 മെയ് 10 ശനിയാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മൈക്ക് റിസീവ് ചെയ്യുന്ന ഇത് കുത്തിക്കഴിഞ്ഞാൽ ആ മൊബൈല് തലകുത്തി വെച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തലകുത്തി വെച്ചിരിക്കുക. പിന്നെ ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കണ ഈ ഷാള് ഇന്നലെ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അവിടെ ദർശനം കഴിഞ്ഞപ്പോൾ അവിടെ തിരുമേനി അവിടെ വിനായകരുടെ എന്താണ് ആ കാൽക്കൽ വെച്ചിട്ട് അദ്ദേഹം എനിക്കും പ്രിയതമയ്ക്കും പത്നിക്കുമായിട്ട് അണിയിച്ചു തന്നതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായൊരു പുണ്യം ഈ ഷാളിലുണ്ട്. അതെല്ലാവർക്കും കിട്ടട്ടെ, ഈ വീഡിയോ കാണുന്ന കേൾക്കുന്നത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് സങ്കല്പം ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ട് ഇന്നലെ സിദ്ധിവിനായക ക്ഷേത്രം പോയി ആദ്യം. പിന്നെ ഇന്ത്യ ഗേറ്റ് കാണാൻ പോയി. അത് കഴിഞ്ഞ് അതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എവിടെയാണ് ഈ വാൾക്കേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ ഗൗഡസാരസ ബ്രാഹ്മണരുടെ കാശിമഠമുണ്ട്. കാശിമഠത്തിൻ്റെ ഒരു ശാഖ അവിടെയുണ്ട്, ഒരു ബ്രാഞ്ചുണ്ട്. അപ്പോൾ അവിടെ ശ്രീമദ് മാധവേന്ദ്ര സ്വാമി 1700 കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ജീവസമാധി ആയത് അവിടെയാണ്, വാൾക്കരശ്വർ മഠത്തിലാണ്. അപ്പോൾ അവിടെ ഇന്നലെ ദർശനം നടത്തിയിരുന്നു വൈകിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറൈൻ ഡ്രൈവിൽ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയപ്പോൾ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പുൽപ്പായ ഉണ്ടല്ലോ. അപ്പോൾ പുൽപ്പായം കൊണ്ട് കുറേ ആൾക്കാർ നിൽക്കുന്നത്. ഞാൻ ഇത് വിലയ്ക്ക് വിൽക്കാനാണ് എന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കാനായിട്ട് 50 രൂപ കൊടുത്ത 2 പുൽപ്പായ തരും. അപ്പോൾ അതിൽ അവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാം. ഇരുന്നിട്ട് പിന്നെ നമ്മൾ എഴുന്നേറ്റ് പോകുക, അവർ പായ ശേഖരിക്കും. ഒരു 10-15 പേര് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ തമ്മിൽ ഒരു ഒത്തൊരുമയുണ്ട്. അപ്പോൾ ഒരാളുടെ പായ വേറൊരാൾ എടുത്താലും പുള്ളിക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ ഇതുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി കേട്ടോ. നമ്മുടെ കേരളത്തിലെ പല ബീച്ചുകളിലും ഈ കുടുംബശ്രീക്കൊക്കെ ഫോളോ ചെയ്യാവുന്നൊരു മാർഗമാണ്. ഇപ്പോൾ ആലപ്പുഴ, ചെറായി, അതുപോലെ പല ബീച്ചുകളുണ്ടല്ലോ. ഏതൊക്കെയാണെന്ന് ഇപ്പോൾ ഈ ആലപ്പുഴയും ചെറായിയും ഞാൻ പോയ കൊണ്ട് അതിൻ്റെ പേര് പറയുകയാണ്. അപ്പോൾ ആ ബീച്ചുകളിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെയാണ് ഗോവയിൽ പോയപ്പോൾ കണ്ട ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിൽ അവിടെ കസേര ഇട്ടിട്ടുണ്ട്. ആ കസേര മേച്ച ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാൻഡിൽ ലൈറ്റ് അവിടെ ഈ അല്പം ബീച്ചിനോട് ചേർന്നാണ്. അപ്പോൾ അത് ലൈറ്റൊന്നും വലിക്കാൻ പറ്റുകയില്ല കൊണ്ട് അവിടെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറയുന്ന പോലെ മെഴുകുതിരി കത്തിച്ച് വെച്ച് കാണും റാന്തലിൻ്റെ അവിടെ. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാം. അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ല, എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യണം. അപ്പോൾ കുറച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ തിരക്കുള്ള അടുത്താണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് മാറണം. ഇനി തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ അവർ നമുക്ക് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ വേറെ ആൾ വരുന്നവരെയൊക്കെ ഇരിക്കാൻ സമ്മതിക്കും. അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പോകുമ്പോഴത്തേക്കും കഴിയാവുന്ന ഉള്ളി സവാള കിട്ടാത്തത് സാത്വിക് ഭക്ഷണം എന്ന് പറയും. അത് ജെയിൻ ഭക്ഷണമുണ്ട്. ജെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് താഴെയുള്ള ഒന്നും അവരെടുക്കുകയില്ല. സാത്വിക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉള്ളി സവാള മസാലയൊന്നും എടുക്കാത്തതാണ്. അപ്പോൾ സാത്വിക് അവിടെ ചിലത് അവർ അതും റെഡിയാക്കി തരും, സാത്വിക് ഭക്ഷണം. അപ്പോൾ ഞാൻ ഗോവയിൽ ചെന്നപ്പോൾ എനിക്ക് തന്നെ അതിശയമായിപ്പോൾ. ഇങ്ങനെ ചപ്പാത്തി അങ്ങനത്തെ കറി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഇട്ടിട്ട് ഉള്ളി സവാളയൊന്നും മസാലയൊന്നും ഇടാണ്ട് അവരുണ്ടാക്കി തന്നിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളങ്ങനെ കഴിഞ്ഞ വർഷം 2023 തോന്നുന്നു പോയപ്പോൾ, അങ്ങനെ 23 തോന്നുന്നു പോയപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ എത്രയോ സാക്ഷരരായ അഭ്യസ്ത വിദ്യരുണ്ട്, അവർക്കൊക്കെ ഫോളോ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് വെറുതെ ഒന്ന് ഇതിൽ ഷെയർ ചെയ്യാമെന്ന് തോന്നി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇടുന്ന എല്ലാവർക്കും സങ്കല്പം കൊടുക്കുന്ന കാര്യം വളരെയധികം ആൾക്കാർ അത് കാത്തിരിക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കലികാലം ആർക്കും സമയമില്ല അല്ലേ. എല്ലാവർക്കും ഓട്ടമാണ്. പിന്നെ വേറൊരാളുടെ കാര്യം നോക്കാൻ, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സൗഭാഗ്യം കിട്ടിയ വളരെ അപൂർവ ആൾക്കാരേ ഉള്ളൂ. അതിലും ഒരു പല ആത്മീയമായിട്ടോ സ്പിരിച്വലായിട്ടോ ഒക്കെ, ഇത് ഗണപതിയാണ് കേട്ടോ, വെറുതെ ഞാൻ നോക്കിയതാണ്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എന്ത് കാര്യത്തിനും ഇപ്പോൾ പലരും പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത്, സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കൺസൾട്ടേഷൻ ഫീ ഇല്ലാണ്ട് സാറിനോട് സംസാരിക്കാം, സാറിന് മെസ്സേജ് ഇടാമെന്നാണ് പറയുന്നത്. അത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കൺസൾട്ടേഷൻ ഫീ പറയുന്നവരെ നമുക്ക് അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണത്.
ഞാൻ 28 വർഷം ബാങ്കിൽ സർവീസായിട്ട് ഞാൻ VRS എടുത്ത് എനിക്ക് കിട്ടുന്ന എനിക്ക് ജീവിക്കാൻ, എനിക്കും ഭാര്യയ്ക്കും ജീവിക്കാൻ, മക്കൾക്കും 2 നേരം അല്ലെങ്കിൽ 3 നേരം ഇതായിട്ട് ജീവിക്കാൻ പറ്റുന്ന പെൻഷൻ കിട്ടുന്നുണ്ട്. അത് വെച്ച് ജീവിക്കുക. എല്ലാവർക്കും അതല്ലല്ലോ, അവർക്ക് ജീവിക്കേണ്ട 2 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മീയ സ്പിരിച്വലി ഉള്ള കാര്യങ്ങളിൽ നമ്മൾ വേറെ ആൾക്ക് ചെയ്യുന്ന ഉപദേശങ്ങൾ പോലും അവരുടെ കാർമ്മികത്വത്തിൽ ഇടപെടുന്ന കാര്യങ്ങളാണ്. അതിൻ്റെതായ എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ പലരും ചോദിക്കും, ഈശ്വരൻ ഇത് ചെയ്തതല്ലേ, ഈശ്വരനല്ലേ തീരുമാനിക്കണം എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ ഈശ്വരൻ എന്നുള്ള ഇതിൽ നമ്മൾ ചെയ്യുന്ന ചില, ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തോന്നിയ വാസത്തിന് ഈശ്വരനെ കൂട്ടുപിടിക്കുന്നതാണ്. നമ്മൾ ധർമ്മം അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈശ്വരൻ ഇത് കാർമ്മികമൊന്നും വരികയില്ല. പക്ഷേ എല്ലാ മനുഷ്യനും സ്വാർത്ഥതയുണ്ട്, ഈഗോ എന്ന് പറയുന്ന ഇതുണ്ട്. നമ്മളെല്ലാം ഇന്ദ്രന്മാരാണ്. ഏറ്റവും കൂടുതൽ സ്വാർത്ഥനായിട്ടുള്ളൊരു മനുഷ്യൻ ഭാരത ചരിത്രത്തിൽ അല്ലെ ഭാരത പുരാണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദേവേന്ദ്രനാണ്. കാര്യം ദേവപദവി, ദേവരാജാവിന് എന്താണ്, ദേവന്മാരുടെ രാജാവ് അല്ലേ, ആ ദേവന്മാരുടെ രാജാവിൻ്റെ പദവി പോകാണ്ടിരിക്കാനും സ്വന്തം എന്താണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ശാരീരിക മാനസിക താല്പര്യങ്ങൾ, ഇപ്പോൾ അഹല്യ ദേവിയെ പ്രാപിച്ചതൊക്കെ അറിയാം. അപ്പോൾ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി പദവി ദുരുപയോഗം ചെയ്യുക, അല്ലെ ധർമ്മത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക ചെയ്ത ഒരാളാണ് നമുക്ക് ഹൈന്ദവ ഇതിൽ പറയുന്ന ദേവേന്ദ്രൻ. അപ്പം നമ്മളെല്ലാവരും ഇന്ദ്രന്മാരാണ് അല്ലേ. നമുക്ക് നമ്മുടേതായ സ്വാർത്ഥതകളുണ്ട്, നമുക്ക് നമ്മുടേതായ ജീവിതങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ കാർമ്മികത നമുക്ക് വരും. കാര്യം എനിക്ക് കൈവീശി നടക്കാം, ഓടാം, ചാടാം, എല്ലാം ചെയ്യാം. പക്ഷേ ഞാൻ ചാടുമ്പോൾ വേറെൻ്റെ ശരീരത്തേക്ക് ചാടാണ്ടിരിക്കുക, ഞാൻ കൈവീശുമ്പോൾ വേറെൻ്റെ മേത്ത് തട്ടാണ്ടിരിക്കുക, അതൊക്കെ ഒരു എന്താണ് ധാർമ്മികതയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈശ്വരൻ്റെ പേര് പറഞ്ഞ് തന്നെ മറ്റുള്ളവരെ കൊല ചെയ്യുന്നു. ഞങ്ങളുടെ ഈശ്വരനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഇത് ചൊല്ലാവോ, എന്തോ ഒക്കെ ചൊല്ലാവോ എന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യനെ കൊല്ലുന്നു. ആ രീതിയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു. ആ രീതിയിലേക്ക് അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത വളർന്നു മനുഷ്യൻ്റെ, മനസ്സിലായി. അപ്പോൾ അത്രയും പേരെ ഇങ്ങനെയൊക്കെ ഇതായി കഴിഞ്ഞാൽ എത്രയോ സ്വർഗരാജ്യം കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ സ്വർഗരാജ്യം കിട്ടുമെന്ന് വിചാരിച്ച് ഈ പ്രവൃത്തി ചെയ്ത നമ്മുടെ അയൽ രാജ്യം, നമ്മുടെ സഹോദര രാജ്യം ഇപ്പോൾ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടുത്തെ ജനപ്രതിനിധികൾക്ക് അവരുടെ സഭയിൽ, അവരുടെ ജനപ്രതിനിധി സഭയെ വന്നിരുന്ന് കരയുന്ന വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. ഏതായാലും അത് വേറൊരു വിഷയം. ഏതായാലും നമ്മുടെ രാജ്യത്ത് നമ്മൾ ജനാധിപത്യത്തിൽ ഇപ്പോഴും ആ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് ഭാരതത്തിലുള്ളത്. അത് നല്ല രീതിയിൽ ഇത് നടക്കുന്നു. അതിനേക്കാളും ഉപരി നമുക്ക് അതിശക്തമായ സുരക്ഷാ സൈന്യമുണ്ട്. നമ്മുടെ നമുക്കറിയുന്ന ബന്ധുക്കളായിരിക്കാം, നമ്മുടെ അയൽവക്കക്കാരായിരിക്കാം, നമ്മുടെ പഞ്ചായത്തിലെ ആൾക്കാരായിരിക്കും, സുശക്തമായ സൈനിക സന്നാഹം നമുക്കുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന ശക്തമായ ഭരണപാഠമുണ്ട്. ഇതൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ അല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ശനീശ്വര, നമ്മുടെ എല്ലാവരുടെയും ഈ ശനീശ്വര വ്രതത്തിൻ്റെ ആ പുണ്യം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ധർമ്മ സംസ്ഥാപനാർത്ഥായ, ഭാരതം എന്ന ദേശത്തിൻ്റെ ധർമ്മം നിലനിർത്താനായിട്ട് മനുഷ്യനാണ് പ്രധാനം, രാജ്യമാണ് പ്രധാനം, ജാതിയോ മതമോ അല്ല എന്ന് വളരെ ഉച്ചത്തിൽ ഈ ലോകത്തോട് പറയുന്ന, ആ ധർമ്മം നിലനിർത്താനായിട്ട് പോരാടുന്ന നമ്മുടെ ഭാരത ധീര സേനാനികൾക്ക് വേണ്ടി നമ്മുടെ ഇന്നത്തെ ആ പുണ്യം നമുക്ക് മാറ്റിവെക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും, അതുപോലെ നമ്മുടെ ധീരദേശാഭിമാനികളായ സൈനികർക്കും, അത് എല്ലാ കരസേന, വ്യോമസേന, നാവികസേന, അതുപോലെ അർദ്ധ സൈനിക വിഭാഗങ്ങളിലുള്ള എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും, അപ്പോൾ സമസ്ത ഭാരതീയർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭീഷ്ടവും നടക്കാനും, എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി എന്നിവ വരുവാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം നേടി അവർ ആഗ്രഹിക്കുന്ന ജോലിയിലോ പ്രൊഫഷനിലോ സർവീസിലോ അവർ ജോയിൻ ചെയ്ത് അവർക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന സമ്പന്നരായ
സമ്പന്നനായ ജീവിത പങ്കാളി ലഭിക്കുവാനും നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് ആകട്ടെ ഉദ്യോഗമാകട്ടെ അതിൽ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനും, പിന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്ന സ്ഥലത്താകട്ടെ, യാത്രകളിലാകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്തെ, പഠനാവശ്യത്തിന് ചെയ്യുന്ന യാത്രകളിലാവട്ടെ, പ്രത്യേകാൽ നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തിയിലും മറ്റും പോരാടുന്ന നമ്മുടെ ധീരദേശാഭിമാനികളായ സൈനികർ ഓരോരുത്തർക്കും അവരുടെ ജീവിതം സുരക്ഷിതമാകാനും, അവർക്ക് ഇത് കഴിഞ്ഞ് വളരെ വിജയശ്രീലാളിതരായി തിരിച്ചവരുടെ കുടുംബത്തിൽ വന്ന് ആ ആഘോഷത്തിൽ പങ്കുചേരാനും ഉള്ള സുരക്ഷിതത്വം, ദീർഘായുസ് ജഗദീശ്വരൻ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുവാനും, അത് നൂറുമേനി അനുഗ്രഹത്തോടെ ഈ പ്രപഞ്ചശക്തിയിൽ നിന്നും പരാശക്തിയിൽ നിന്നും അനുഗ്രഹമായും സമൃദ്ധിയായും സന്തോഷമായും ആയുരാരോഗ്യ സൗഖ്യമായും ഐക്യമത്യമായും നമ്മളിലേക്ക് തിരിച്ചു കിട്ടുവാനും, നമ്മുടെ രാജ്യം പൂർവാധികം വളരെ ശ്രേയസ്സോടുകൂടി മുന്നോട്ട് പോകുവാനും നമുക്ക് എല്ലാവർക്കും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം, പരാശക്തിയോട് പ്രാർത്ഥിക്കാം, ആദിപരാശക്തിയോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി ഇതെല്ലാം സങ്കല്പം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ. ഭാരത് മാതാ കി ജയ്, ജയ് ഹിന്ദ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.